ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി ഈ സമയത്ത് നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ വചനങ്ങളും വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കരയുകയും കുറച്ചും കൂടെ വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുക. ഈ സന്ദേശം, ഞാൻ ഇന്ന് നൽകാൻ പോകുന്ന സന്ദേശം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒളിപ്പിക്കുകയും മനസ്സിനകത്ത് കൊണ്ടു നടക്കുകയും നമ്മുടെ ജഡത്തിൽ കരുതലോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. എൻ്റെ വിഷയത്തിൻ്റെ പേര് വിശുദ്ധിയിൽ പൊതിഞ്ഞ ജാതീയ ചിന്ത. നമുക്കറിയാം, പല ചിന്തകളും നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ നമ്മളിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരു ചിന്തയാണ് ജാതീയ ചിന്ത. പി കേശവൻ സാർ എഴുതിയ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. കിട്ടുമെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് മനോഹരമായിരിക്കുന്ന ഈ കൊച്ചു കേരളം 19-ാം നൂറ്റാണ്ടിൽ അതിഭീകരമായ ചില വർണ്ണ വർഗ ജാതീയ വ്യത്യാസങ്ങളിൽ കൂടെ നമ്മുടെ കൊച്ചു കേരളം പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. 19-ാം നൂറ്റാണ്ടിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ മാറുമറയ്ക്കാൻ അവിടുത്തെ തമ്പ്രാക്കന്മാർ അനുവദിച്ചിരുന്നില്ല. ഒരു പശുവിനെ വളർത്തിയ അത് പ്രസവിച്ചു കഴിഞ്ഞ് പാലെടുക്കുന്ന സമയത്ത് തമ്പ്രാന്റെ വീട്ടിൽ കൊണ്ട് കെട്ടണം. അത് വളർത്തി വലുതാക്കി, അത് പാല് കറന്ന് പാല് തീരുമ്പോൾ തിരിച്ചു വന്ന് അടിമകൾ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകണം. ആ പശുവിനെ അഴിച്ചുകൊണ്ട് പോകണം. ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പാല് കറക്കുന്ന സമയത്ത് അത് പ്രസവിച്ച ഉടൻ കൊണ്ട് കെട്ടിയില്ല എങ്കിൽ ഒരു മരത്തിൽ കെട്ടി വെച്ച് അവനെ ശാരീരികമായി ഉപദ്രവിക്കും. ഇനി അവനെ ആ മരത്തിൽ നിന്നും അഴിച്ചു വിടണമെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്ന് തമ്പ്രാന്റെ കാൽക്കൽ വീണ് സോറി പറഞ്ഞാൽ തിരിച്ചു വിടാം. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം നമ്മുടെ കൊച്ചു കേരളത്തിനകത്തുണ്ടായിരുന്നു. മീശ വെക്കണമെങ്കിൽ കരം കൊടുക്കണമായിരുന്നു. നമ്മുടെ മുണ്ട് മടുത്ത് കെട്ടാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയായ സ്ത്രീകളെ, പെൺകുട്ടികളെ തമ്പ്രാന് കാഴ്ച വെക്കണമായിരുന്നു. തമ്പ്രാൻ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെയോ ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാൽ അവനന്ന് ഇംഗിതപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തമ്പ്രാന്റെ കൂടെയുള്ളവരോട് പറയും, അവിടെ കൊണ്ടുവരാൻ, വീട്ടിൽ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ 19-ാം നൂറ്റാണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം, ഈ ജാതീയ ചിന്തകളെയെല്ലാം മുച്ചൂടം മുറിച്ചു മാറ്റിയത് മറ്റൊന്നുമായിരുന്നില്ല, സുവിശേഷമായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ സന്ദേശം പറയാനുള്ള കാര്യം, നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, എന്ന് വെച്ചാൽ ആത്മീയരുടെ ഇടയിൽ ഈ ജാതീയ ചിന്ത, 19-ാം നൂറ്റാണ്ടിലെ ജാതീയ ചിന്ത കേരളത്തിന്റെ മണ്ണിൽ നിന്നും ആത്മീയരായിരിക്കുന്ന, അഭിനയിക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കയറിപ്പോയോ എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പകരുന്നത്. നമ്മളില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാലും വിശുദ്ധിയുടെ മറവിൽ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സത്യം അതാണല്ലേ. നമ്മുടെ ഹൃദയത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ ഞാൻ ഇന്ന ആള് എന്നൊരു തോന്നൽ, നമ്മുടെ രക്തത്തിൽ എവിടെയൊക്കെയോ അതിൻ്റെ അംശമുണ്ട്. നമ്മുടെ ജഡത്തിലും നമ്മുടെ പ്രവൃത്തിയിലും അത് വെളിപ്പെടാറുണ്ട്. ആ സ്നേഹത്തിൽ നമ്മളത് കാണിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാട്ട്. പക്ഷേ നമ്മൾ പറയുന്ന അന്യഭാഷയും നമ്മൾ പറയുന്ന വ്യാഖ്യാനവും നമ്മൾ പറഞ്ഞ പ്രവചനങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും കഴുകിക്കളയാറില്ല. പലപ്പോഴും ഞാൻ ഇന്ന ആളാണ്, ദാണ്ട നിൽക്കുന്നത് ഇന്ന ആളാണ് എന്നൊരു തോന്നലുണ്ട്. നമുക്കറിയാം, പാദശുശ്രൂഷ എന്ന് പറയുന്ന മഹത്വരമേറിയ ദൈവം നമുക്ക് കാണിച്ചു തന്ന ശുശ്രൂഷയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളത് കാണാൻ സാധിക്കും.
പക്ഷെ സഭകളിൽ അതില്ല. എന്നാ കാര്യം? നമ്മൾ പറയുന്നു അത് യഹൂദന്റെ സിസ്റ്റമാണ്, അതുകൊണ്ടൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു ഇത് ചെയ്യുന്നവൻ ഭാഗ്യവാനാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് ചെയ്യണം എന്ന് തന്നെ ആ യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ സഭകളിൽ എവിടെ? അതൊന്നുമില്ല. അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ്. കാരണം ഈ വലിയവൻ എന്ന് പറയുന്ന നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവന് ഈ ചെറിയവൻ എന്ന് തോന്നുന്ന ചിലരൊക്കെ ഉണ്ട്. അവരുടെ കാല് കഴുകാനും അവർക്കൊരു സ്നേഹചുംബനം കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അല്ലേ? ഇതല്ലേ സത്യം, സത്യസന്ധത ഇതല്ലേ? നമ്മൾ എത്രയൊക്കെ നമ്മൾ നോ എന്ന് പറഞ്ഞാലും നമ്മുടെ അകത്തോണ്ട് ഞാൻ തെളിയിപ്പിക്കാം. നിങ്ങൾ നോക്കണം, 1 കൊരിന്ത്യർ ലേഖനം 10-16 നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളൊരു ശരീരമാണെന്നാണ് തിരുവചനം പറയുന്നത്. ഒരു ശരീരത്തെ, എൻ്റെ കയ്യെ എൻ്റെ കണ്ണിന് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിനെ ഈ കൈക്ക് വെറുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒരു ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ കാണാൻ പലപ്പോഴും പറ്റുന്നുണ്ടോ? നമ്മൾ പറയും ഓക്കെ പക്ഷെ എൻ്റെ മനസ്സിലകത്തൊന്നുമില്ല, അതൊക്കെ ചുമ്മാതാ. ഇല്ല, ഉണ്ട്. ഞാൻ തെളിയിപ്പിക്കാം. അടുത്ത വാക്ക് 1 പത്രോസ് ലേഖനം 2-9 നിങ്ങളോ അന്ധകാരത്തു നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. കണ്ടോ? നമ്മൾ അന്ധകാരത്തിൽ കിടന്നപ്പോൾ ഈ ജാതീയ ചിന്ത, ഇവൻ ഇന്ന ആളാണ്, ഇന്ന കുലത്തിൽപ്പെട്ടതാണ്, ഇന്ന നിറത്തിൽപ്പെട്ടവരാണ്, അവരെ നമ്മളെ വീട്ടിലേക്ക് കയറ്റണ്ട എന്നൊക്കെ അന്ധകാരത്തിൽ കിടന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അന്ധകാരത്തിൽ കിടക്കുന്നവർ ജാതീയമായ കാര്യങ്ങൾ പറയുന്നു. SNDP, NSS, KMS, KPMS, ഇനി വേറെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. യാക്കോബ, സിറിയ, എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം എന്തെന്നറിയണ്ടേ? പണ്ടുള്ളത് അന്ധകാരത്തിൽ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിട്ട് ദൈവം ഒരു ജാതിയും രാജകീയ പുരോഹിത വിശുദ്ധ വംശവുമായി ദൈവം തെരഞ്ഞെടുത്തിട്ടും നമ്മൾ പണ്ടത്തെ സാധനം ഒന്നും വിട്ടിട്ടില്ല. അന്ധകാരത്തിൽ കിടന്നപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും വിട്ടിട്ടില്ല, പ്രവർത്തിച്ചത് വിട്ടിട്ടില്ല, മനസ്സിൽ കണ്ടതൊന്നും വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ഇന്നും പഴയ അന്ധകാരത്തിൽ തന്നെ. അതായിരിക്കും ഒരു സംശയം. 19-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട ഒരു കാലഘട്ടം കേരളത്തിനകത്തുണ്ടായിരുന്നു. അത് സുവിശേഷകന്മാർ ഇവിടെ വന്ന് കഠിനത്യാഗം ചെയ്ത് യേശുവിനെ വചനം പ്രചരിപ്പിച്ച് ആ അന്ധകാര ശക്തിയെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് നേരെ ആ ഭൂതം കയറിയിരിക്കുന്നത് ദൈവമക്കളുടെ ഇടയിലാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന ആ ജാതീയ ചിന്ത, ആ സ്നേഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ജാതീയ ചിന്ത നമ്മൾ മറക്കരുത്. സത്യം അതല്ലേ? നമ്മൾ ഭയങ്കര പ്രഭാഷകരാണ്, നമ്മൾ ഭയങ്കര ഉപദേശം പറയുന്നവരാണ്, നമ്മൾ ഭയങ്കര വിശുദ്ധി പറയുന്നവരാണ്. ഹല്ലേലൂയ. വെള്ളയും ഇടാതെ ഒരാൾ നമ്മുടെ ചർച്ചിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ മൃഗത്തെ പോലെ അവരെ കാണുന്നു. ആരെന്തൊക്കെ ആഭരണം ഇട്ട് സഭയ്ക്കകത്ത് കയറുന്നു, നമ്മളെന്തോ വിചിത്ര ജീവിയെ പോലെ കാണുക. ഒരാൾ സ്വോത്രം പറയുന്നില്ല, ഒരാൾ കൈയടിക്കുന്നില്ല, നിരാശയോടിരിക്കുന്നു. അയ്യോ, എന്തെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഓടി വരും അല്ലേ? അറിയാതെ എന്തൊക്കെയോ എവിടെയൊക്കെയോ വീണു പോയി. നമ്മൾ ആ മനുഷ്യനെ, പാപിനിയായ സ്ത്രീയെ പോലെ കല്ലെറിയാൻ വേണ്ടി കല്ലെറിയുന്നവരാ നമ്മൾ. പക്ഷേ നമ്മുടെ അകത്തട്ടിൽ, ഹൃദയത്തിനകത്ത് ആകാൻ കുടിച്ചിട്ടിരുന്ന ആ കൂടാരത്തിനകത്ത് കുടിച്ചിട്ടിരിക്കുന്നത് പോലെ ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ജാതീയമായ ചിന്ത ഇന്നും മാറിയിട്ടില്ല. ഇന്നും ആത്മീയരുടെ മാറിയിട്ടില്ല. 80%
വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന ദൈവദാസന്മാരുടെ മേലും 90% വിശ്വാസികളുടെ മേലും ഈ ചിന്ത ഉണ്ട് എന്ന കാര്യം മസ്റ്റായിട്ട് ഞാൻ പറയുന്നു. കാരണം കഴിഞ്ഞ ഓരോ നാളുകളുടെ ശുശ്രൂഷകളിലും പോക്കിലും വരവിലും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പ്രഭാഷണം നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലോ രക്തത്തിലോ സ്നേഹബന്ധത്തിലോ ബുദ്ധിമണ്ഡലത്തിലോ ഈ ചിന്തയുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണത്തിലേക്ക് വന്നാൽ നിത്യത നിങ്ങൾക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ കുറച്ചും കൂടെ അടുത്തു വരാൻ കഴിയും എന്നത് നിശ്ചയമായും തിരുവചനത്തിൽ കൂടി ഞാൻ ഉറപ്പിക്കുകയാണ്. ഇനി നോക്കണം, ഗലാത്യർക്കെഴുതിയ 3:36. ക്രിസ്തു യേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ നാടാനെയോ നായരെയോ ഇവിടെ സിറിയനെയോ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരനെയോ യാക്കോബക്കാരനെയോ അല്ല ധരിച്ചിരിക്കുന്നത്. ഇവിടെ ധരിച്ചിരിക്കുന്നത് ആരെയാ ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പോഴും എന്നെ ഒരാൾ കണ്ടാൽ ഞാൻ ക്രിസ്തുവിനെയാണ്, നിങ്ങൾ എന്നെ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ചിലരൊക്കെ മുഖം നോക്കി ജാതി പറയും. ആരാ? പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, ആത്മീയരുടെ ഇടയിലുള്ള കാര്യം പറയും. മുഖം നോക്കി പറയും, സംസാരം നോക്കി പറയും, നിറം നോക്കി പറയും. അത് ഇന്ന ആളാ, കറക്റ്റാ. ഇതിന്റെ പൊന്നു പ്രിയമുള്ളവരെ, സ്വർഗം തരിശുഭൂമിയായിട്ട് കിടന്നാലും ഇന്നിങ്ങനെയുള്ളവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. നിങ്ങളുടെ അകത്തു പിശാച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മനോമുഖിരതങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ചിന്തകളിലും ബുദ്ധിമണ്ഡലങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ജാതീയ ശക്തിയെ ഇന്ന് ഈ സമയത്ത് ഉടച്ചു നീക്കാൻ ആത്മാവ് ചിലരോട് ബുദ്ധി പറയുകയാണ്. സ്തോത്രം. ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോവാം. റോമർക്കെഴുതിയ ലേഖനം 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകും. കണ്ടോ? നിങ്ങൾ വളരെ വ്യക്തമായി ആ റോമർ ലേഖനം 12:5 വായിക്കണം. അതുപോലെ പലരായ നാം, എപ്പോഴാ പലരായി? രക്ഷിക്കപ്പെടുന്നവരെ നമ്മൾ പലരായിരുന്നു. ക്രിസ്തുവിൽ വന്നപ്പോൾ ഒരു ശരീരം, എല്ലാവരും തമ്മിൽ എന്ന് വെച്ചാൽ ജാതി പലതും മതം പലതും നിറം പലരുമായ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വന്നപ്പോൾ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാകുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ജാതി പറഞ്ഞും ജാതി അധിക്ഷേപിച്ചൊക്കെ, കഴിഞ്ഞ ദിവസം IPCയിലെ ഒരു വമ്പ ഉപദേശി ജാതി പറഞ്ഞത് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി. ഇവർക്കൊക്കെ എന്ത് പുളിപ്പുണ്ടെന്ന് നോക്കണം. അടുത്ത ദിവസവും ഇവർ കയറി നിന്ന് പ്രസംഗിക്കുന്നു. ഇത് ഏത് സുവിശേഷമാണ്? എനിക്കിത് പറയാൻ നാണമില്ല. ഇവിടെ പലരും ജാതിയെക്കുറിച്ച് പറയത്തില്ല. കാരണം എന്തെന്നറിയണ്ടേ? ഇവിടെ ആരും അംഗീകരിക്കത്തില്ല. ഇത് അംഗീകരിക്കും, നമുക്കത് വിഷയമല്ല. നാളെ എനിക്കെതിരെ പല പ്രശ്നങ്ങളും, എനിക്കത് വിഷയമല്ലെന്നേ. കാരണം ഞാൻ യേശുവിനെ നോക്കി ഇറങ്ങുന്നു. ഞാൻ എന്നെ യേശു പറയുന്ന പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിൽ വിശുദ്ധിയോട് ഞാൻ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ വിശുദ്ധിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നിൽ കിട്ടുന്ന ചില ആശയങ്ങൾ ചിലരെങ്കിലും ആ വിശുദ്ധിയിലോട്ട് വരും എന്ന പ്രതീക്ഷയോടാണ് ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പേടിയും ഭയമൊന്നുമില്ല. എനിക്കാരെയും ഭയമില്ല. എനിക്ക് എൻ്റെ യേശുവിനെ മാത്രമേ ഭയമുള്ളൂ. IPCക്കകത്തും ജാതീയ ചിന്തയുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിനകത്തും ജാതീയ ചിന്തയുണ്ട്, ചർച്ച് ഓഫ് ഗോഡിനകത്തും ജാതീയ ചിന്തയുണ്ട്. എന്തിനു പറയുന്നു? താഴെക്കിടയിൽ കിടക്കുന്ന ചെറിയ സംഘടനയ്ക്കകത്ത് പോലും ഇന്നും ജാതീയ ചിന്തകളിൽ സഭകൾ കൊണ്ടുപോകുന്നു. ഈ തിരുവനന്തപുരത്തിന് തൊട്ടടുക്കലുള്ള ഒരു സ്ഥലം, പേര് ഞാൻ പറയുന്നില്ല, ആ സ്ഥലത്ത് ഒരു സാധുവായ ഒരു മനുഷ്യൻ ആലയത്തിലേക്ക് കയറി വന്നപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ ഇത് നിങ്ങളുടെ ചർച്ചല്ല, നിങ്ങൾക്കുള്ള ചർച്ച് ദാണ്ട് വിരൽ ചൂട് കാണിച്ചിട്ട് പറഞ്ഞു, ദോ അവിടെയാണ്. ഇത്രമാത്രം ആത്മീയ ലോകം
ജാതിയുടെ പേരിൽ തരം താണ് പോകുമ്പോൾ സ്വർഗം എത്രമാത്രം ദുഃഖിക്കുകയാണ്. അമേരിക്കയിൽ ഒരു നീഗ്രോക്കാരൻ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശരിയോ തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു നീഗ്രോക്കാരൻ സായിപ്പിന്റെ പള്ളിയിൽ വന്നു. ആദ്യമായിട്ടാണ് വന്നത്. വന്നപ്പോൾ അവൻ പാപ സംബന്ധമായി അവൻ ജീവിതത്തിൽ നയിച്ചു. അവന് സമാധാനമില്ല. ചർച്ചിനകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇറക്കി വിട്ടു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും, ദൈവമേ, നിന്നെ കാണാൻ വന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കിയല്ലോ. ആ മനുഷ്യനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു പോലും, എന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ചർച്ചിൽ നിന്ന് പറഞ്ഞു വിട്ടു, പിന്നെ നിന്നെ പറഞ്ഞു വിടാത്തതാണോ വലിയ കാര്യം? ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട്, എനിക്ക് വിശ്വാസികളോട് അധികം പറയാൻ കുറച്ചേ ഉള്ളൂ. ദൈവദാസന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ജാതീയ ചിന്ത മാറാത്ത കാലം ഇവിടെ ഉണർവും വരത്തില്ല, ഒന്നും വരത്തില്ല. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ കേട്ട പ്രവചനങ്ങൾ സത്യം തന്നെയാണ്. അന്ത്യകാലത്തൊരു ഉണർവ് സംഭവിക്കും, സത്യം തന്നെയാണ്. പക്ഷെ നമ്മിൽ കൂടെ വളരണമെങ്കിൽ, വലിയ പ്രസ്ഥാനങ്ങളിൽ കൂടെ കത്തണമെങ്കിൽ, നമ്മുടെ ഇടയിൽ അത് സംഭവിക്കണമെങ്കിൽ, ഞാൻ മുഖം നോക്കാതെ പറയട്ടെ, നമ്മുടെ ഈ അഴുക്ക് ചാലായി കിടക്കുന്ന ജാതീയമായ ചിന്തയെ കത്തിച്ചെരിച്ചു മാറ്റി ഒരു വിശുദ്ധ ഹൃദയമാക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, സഭയിൽ ജാതീയ ചിന്ത. സഭയ്ക്കകത്ത് വരുമ്പോഴേ ചോദിക്കും, നമ്മളെ ആള് തന്നെ ഈ പ്രാവശ്യം വരുന്നത്. നമ്മളെ ആളല്ലെങ്കിൽ ദശാംശം കുറയ്ക്കുന്ന വിശ്വാസികളുണ്ട്. നമ്മളെ ആളല്ല. നമ്മളെ ആളല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. എനിക്കറിയാം എത്രയോ ദൈവദാസന്മാരെ അവനവന്റെ സ്റ്റാൻഡേർഡിലുള്ള ദൈവദാസന്മാരല്ലെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന പല ഫംഗ്ഷനും ആ സഭയിലെ പാസ്റ്റർമാർ കാണത്തില്ല. സ്തോത്രം. സഭയ്ക്കകത്തുള്ള ജാതീയ ചിന്തകൾ മാറ്റണം. ഇനി പാസ്റ്റർമാർ തന്നെ വിശ്വാസികളുടെ ഇടയിൽ ജാതീയമായ ചില സഭകൾ, ചില പാസ്റ്റർമാർ ചില വീട്ടിൽ ചെന്നാൽ, ചിലരുടെ കുടുംബത്തിൽ ചെന്നാൽ വെള്ളം കുടിക്കില്ല, ആഹാരം കഴിക്കില്ല. അപ്പോൾ ഭയങ്കര ഫാസ്റ്റിംഗ് ആണ്, വെള്ളം കുടിക്കാത്ത ഫാസ്റ്റിംഗ് ആണ്. കാരണം എന്താണെന്നറിയണ്ടേ? ആ പാവം തന്നാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പൊള്ളിപ്പോകുന്നേ. സ്തോത്രം. അവന്റെ ദശാംശം കൊള്ളാം. അവൻ തരുന്ന വെള്ളം കുടിക്കാത്ത ഉപദേശിമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജാതീയ ചിന്ത മാറ്റുക. നേരത്തെ മക്കളോട് പറയും, നിങ്ങൾ എവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നും കഴിക്കരുത്. ചിലര് മക്കളെ അവിടെ കൊണ്ടുപോകത്തില്ല, ഭാര്യയും കൊണ്ടുപോകത്തില്ല. കാരണം എന്ന് പറയണ്ടേ, ആള് വേറെയാ, നമ്മുടെ ആളല്ല. ഇന്ന് നമ്മുടെ ആളായിരുന്നെങ്കിൽ കിച്ചനകത്ത് വരെ കയറി ഭക്ഷിക്കുന്ന ഉപദേശിമാരുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഉപദേശിമാരെ, ഇത് ശരിയല്ല. നിങ്ങളുടെ സഭ വളരത്തില്ല. നിങ്ങളുടെ അകത്ത് പിശാചിന്റെ വ്യാപാരമായിരിക്കും. നമുക്ക് മാറ്റാം ജാതീയ ചിന്ത സഭകൾക്കകത്ത് നിന്ന്. നമുക്കറിയാം, ഈ വലിയ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് മുന്തിയ നിലവാരത്തിൽ നിൽക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്? എല്ലാം ജാതീയ ചിന്തയുടെ കളിയാണ്. വേറൊരുത്തൻ വരട്ടെ, വേറൊരു പാവപ്പെട്ടവൻ വരട്ടെ, അവർക്ക് ഭയങ്കര ക്ഷേമമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നമ്മുടെ സഭകൾക്കകത്ത് ഇങ്ങനെ ഉണ്ടാകരുത്. നമ്മുടെ കണ്ണുകൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകരുത്. സഭയിൽ 10 പേരാണോ 50 വിശ്വാസിയാണോ? 50 വിശ്വാസികളും അവൻ വന്നത് വിവിധ സാഹചര്യത്തിലും വിവിധ മതത്തിൽ നിന്നും വിവിധ നിറത്ത് വിവിധ സംസ്കാരത്തിൽ നിന്നും അവരെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്ന ആളിന്റെ പേരാണ് ഇടയൻ എന്ന വാക്ക് അവിടെ ഉച്ചരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പം അവൻ പണം കാണില്ല, ചിലപ്പോൾ ഭംഗി കാണില്ല, ചിലപ്പം നിറം കാണില്ല, ചിലപ്പം ക്വാളിറ്റി കാണില്ല, ചിലപ്പോൾ അവൻ്റെ ഭാഷാ ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. അവനെ മാറ്റി നിർത്തരുത്. കാരണം അത് യേശുവിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അതിനെ മാറ്റിയാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ വെട്ടിമുറിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ വെട്ടിമുറിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ന്യായവിധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള നഗ്നസത്യം മറക്കരുത്. സഭയ്ക്കകത്തുള്ള ജാതീയ ചിന്തകൾ പൊട്ടിച്ചു കളയുക. ഇനി സഭകൾക്കകത്ത് തന്നെ ജാതീയമായ ചിന്തയിൽ ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകൾ, അത് ഇന്ന ജാതിക്കാര്, അവർ ഒരുമിച്ചേ ഇരിക്കും, ഒരുമിച്ച് സംസാരിക്കും, ഒരുമിച്ച് സ്തോത്രം പറയും, ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തില്ല. ദൈവം ചെയ്ത് ഇങ്ങനെയൊന്നും, ഇതൊന്നും സഭയല്ല. ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുന്നത് നമ്മൾ ഓരോ കല്ലുകളാണ്.
നമ്മൾ ഓരോരുത്തരും ഓരോ കല്ലുകളാണ്. ഈ കല്ല് എവിടെ വെച്ചാ ക്ലിയർ ആക്കേണ്ടത്? വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്താണ് ആലയത്തിന്റെ കല്ലുകളാകേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു തരാം. വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർക്കാത്തതിന്റെ കുറവാണ് സഭയ്ക്കകത്ത് ജാതീയമായ ചിന്ത കൊണ്ടുള്ളത്. ഉപദേശിമാരുൾപ്പെടെ, ഉപദേശിമാരും മാനസാന്തരപ്പെടാത്തവർ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ബൈബിൾ കോളേജിൽ പോയി ഒരു പുസ്തകം എടുത്തു. നമ്മുടെ ആൾക്കാർ സെൻട്രലിലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു നല്ലൊരു സഭ കൊടുത്തു, ഇത്തിരി വാക്ക് സാമർഥ്യമുള്ള 2 വാക്കുകൾ പറഞ്ഞു, അങ്ങ് നടക്കുക. എൻ്റെ പൊന്ന പ്രിയമുള്ളവരെ, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർക്കാത്തത് കൊണ്ടാണ് ഈ ജാതീയമായ ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാത്തത്. ശരിക്കും പറഞ്ഞാൽ മാനസാന്തര ഒരുത്തൻ്റെ അകത്ത് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചിന്ത പോലുമില്ല. ഇതാണ് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നൽകിയ 2 മതങ്ങൾ അല്ലെങ്കിൽ 2 ജാതി, 1 ആൺജാതി 2 പെൺജാതി. സ്തോത്രം. ഇതിനപ്പുറമായി വേറെ ജാതി പറയുന്നത് കർത്താവിന് എതിരെ നിങ്ങൾ പറയുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ മാറ്റുക. സഭയിൽ 50 പേരോ 100 പേരോ ഉണ്ടെങ്കിൽ ഒരുപോലെ കാണുക. അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തരായിരിക്കാം, അവരുടെ ശൈലികൾ, ഭാഷാ ശൈലികൾ, അവരുടെ വസ്ത്രധാരണയുടെ ശൈലികൾ, അവരുടെ കുടുംബത്തിന്റെ കൾച്ചർ വ്യത്യസ്തമാണ്. കാരണം അവർ കയറി വന്നത് അന്ധകാരത്തിൽ നിന്നാണ്. ഇനി ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു അപ്പന്റെ മക്കളായി തീരുമ്പോൾ ഒത്തിരി തെറ്റുകളുണ്ട്. അത് ദൈവവചനത്തിന്റെ വാളുകൊണ്ട് വെട്ടി നുറുക്കി അതിനെ ക്ലിയറാക്കി ദൈവത്തിന്റെ ആലയം പണിയാൻ, സഭയുടെ പണിക്ക് വേണ്ടി ഒരു കല്ലായി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി 2, ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ജാതീയ ചിന്തയുണ്ട്. അതൊക്കെയുണ്ട്. നമ്മൾ ഈ വെള്ളയും ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര അന്യഭാഷ, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ പിന്നെ അപ്പോഴും ദൈവം ഇറങ്ങി വരുമെന്നൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ ചുമ്മാ, സത്യമാ പറയുന്നത്. ഞാനൊരു പാസ്റ്ററെ, അനുഭവം കൊണ്ടാ പറയുന്നത്, അനുഭവം. ഇവരൊക്കെ ഇതിനകത്ത് കയറി കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കളിയായിട്ടാ പലരും എടുക്കുന്നത്. ഇതൊരു ഗെയിം കളി ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. 5 വർഷത്തെ ഭരണം, 3 വർഷത്തെ ഭരണം, ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഈ ഉപദേശിമാരുടെ ഇടയിൽ എന്നുവെച്ചാൽ അച്ഛന്മാരും ഉണ്ട്, ഉപദേശിമാരും എല്ലാവരെയും ചേർത്താൻ ഞാൻ പറയുന്നു. ഇവരുടെ ഇടയിലുള്ള അനുഭവം ഉണ്ടല്ലോ. ഇവരുടെ ഇടയിലെന്ന് വെച്ചാൽ ഈ സെൻട്രിൽ നിന്ന് നല്ല സഭ കിട്ടണമെങ്കിൽ നമ്മുടെ ആളായിരിക്കണം. ഇല്ലാത്ത വല്ല 2 3 വിശ്വാസികളുടെ പുതിയ ചർച്ച തുടങ്ങി ഹാള് വെച്ച് കെട്ടി വസ്തു വാങ്ങിച്ച് അവൻ ചെയ്യണം. അല്ലെങ്കിൽ അല്ല നിങ്ങൾ പറയും. ഞാനിത് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതല്ലേ ഇന്ന് നടക്കുന്നത്? അവര് പ്രാർത്ഥിക്കാൻ കൊടുക്കത്തില്ല, അവരുടെ സ്റ്റാൻഡേർഡിൽ വരാത്തവർക്കൊന്നും ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ താഴ്മയായി വിനയപൂർവ്വം പറയുന്നു, ദൈവദാസന്മാരെ, നമ്മുടെ അകത്തട്ടിൽ ഈ ജാതീയമായ ചിന്തയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മാറ്റണം. ഇല്ലെങ്കിൽ നമ്മിലൊരു ഉണർവ് ഈ തലമുറയിൽ നമ്മൾ ലഭിക്കത്തില്ല, നിത്യത നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഈ കൊച്ചു കേരളം, നമ്മുടെ ഭാരതം നമുക്ക് ആത്മാവിൽ പിടിച്ചടക്കണമെങ്കിൽ ഒരു ശരീരമായി മാറണം, ഒരു മനസ്സായി മാറണം, ഒരു ആത്മമണ്ഡലമായി മാറണം. അത് ഈ ചിന്ത നിങ്ങൾ മാറ്റുക. ഇത് പിശാചിന്റെ കുതന്ത്രമാണ്. ഇനി നോക്കണം, വിവാഹം നോക്കണം. വിവാഹം ഇത് ഭയങ്കര രസമാണ്. ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന ഇതുപോലുള്ള ഈ ആത്മീയരുടെ ഇടയിലുള്ള ഈ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ആ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും. ഈഴവ കുലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈഴവ ജാതി, സിറിയൻ ക്രിസ്ത്യാനി, യാക്കോബ ക്രിസ്ത്യാനി നിന്ന് രക്ഷിക്കപ്പെട്ടത്, നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, നാടാർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, ചേരമൺ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. ഇനിയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, ഇത്രയും പറയുന്നു. അവിടെ ആ സാധനം രക്ഷിക്കപ്പെട്ടത്, അവിടെ ആദ്യം പറഞ്ഞ് ഈ സാധനം അങ്ങ് മാറ്റിയിട്ട് രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ട് വിശുദ്ധി നിൽക്കുന്ന ഇന്ന ചെറുപ്പക്കാരൻ, ഇത്ര വയസ്സുള്ള ചെറുപ്പക്കാരന് ഇന്ന രീതിയിലുള്ള ഒരു കുടുംബം, ഒരു പെൺകുട്ടിയെ വേണം അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ വേണമെന്ന് എഴുതേണ്ടതല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചേരമ്മൻ എന്ന് വെച്ചാൽ, ഞാൻ ചേരമ്മനാണ്, എനിക്ക് കിട്ടേണ്ടത് ചേരമ്മൻ മതി. ഞാൻ നായനാണ്, എനിക്ക് കിട്ടേണ്ട നായ മതി. ഞാൻ സിറിയൻ ക്രിസ്ത്യാനിയാണ്, എനിക്കത് മതി. ഞാൻ യാക്കോബക്കാരനാണ്, എനിക്ക് അങ്ങനെ ഉള്ളത് മതി. ഇതാണ് ലോകം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നേരത്തെ പറഞ്ഞു എനിക്ക് ജാതീയ ചിന്തയില്ലെന്ന്. ഇതെവിടെ വന്നതാ? സ്വന്തം മക്കൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ തോന്നുമെന്നേ.
ഇത് വിവാഹത്തിനിടയിൽ നടക്കുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ള മതത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് ഒത്തിരി പേർ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആരാധന കണ്ട്, നമ്മുടെ ഐക്യത കണ്ട്, നമ്മുടെ ആത്മീയത കണ്ട്, ക്രിസ്തുവിനെ കണ്ട്, ദൈവവചനത്തിന്റെ സന്തോഷം കണ്ട്, വിടുതൽ കേട്ട്, വിടുതൽ കറിഞ്ഞ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പാവം, ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയും 2 പെൺമക്കളും ഇറങ്ങി വന്നു. അവരിറങ്ങി വന്നിട്ട് ചർച്ചിൽ വന്നു. ചർച്ചുകാർ ഭയങ്കര കരഘോഷമൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. അവർ സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മ പറഞ്ഞു. ഈ കുട്ടികൾ പ്രായപൂർത്തിയായി വിവാഹപ്രായത്തിലെത്തിയപ്പോൾ പാസ്റ്ററോട് ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോൾക്ക് വിവാഹമായിരിക്കും. പാസ്റ്റർ ചോദിക്കുന്നത്, അത് ഏത് ജാതിയാ? ആ മനുഷ്യന്റെ ഉള്ളിനകത്തും ജാതിയുണ്ട്. അത് ഇവരന്തം വിട്ടിരിക്കുക. ഇതിനകത്തും ജാതിയുണ്ടോ? ഞങ്ങൾ നിന്നെടുത്ത് ജാതിയുണ്ട്, അത് ഉറപ്പാ. കടം പീറ്റർ പറഞ്ഞു, പണ്ട് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, അപ്പോൾ ജാതിയുണ്ട്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഈ സ്ത്രീ അങ്ങ് പൊട്ടിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ലോകം, ഇതാണ് ആത്മീയ ലോകം. ഇത് തെറ്റാണ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ തലമുറയ്ക്ക് രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക. ജാതി നോക്കരുത്, ജാതി നിങ്ങൾ നോക്കരുത്. അത് ദൈവസന്നി ശ്രേഷ്ഠമാകയില്ല എന്ന് ദൈവനാമത്തിൽ ഒരു ദൈവദാസൻ എന്നുള്ളതിൽ അരുളപ്പാട് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, വിവാഹ ജീവിതത്തിൽ ഇനി ഒരു പക്ഷേ അടുത്ത ഈ യാക്കോബക്കാരൻ വേറെ ഒന്നിനെ കെട്ടിയെന്നിരിക്കട്ടെ, പാപം, ആ കൊച്ചിന്റെ കാര്യം പോക്ക. തൊടുന്നത് കുറ്റം, പിടിക്കുന്നത് കുറ്റം, നനയ്ക്കുന്നത് കുറ്റം, വീട്ടിലകത്ത് ജോലി ചെയ്യുന്ന കുറ്റം, അമ്മാമകളുടെയും അച്ചായന്റെയും ബഹളം കേട്ട് ആ കൊച്ചൊരു പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കളഞ്ഞിട്ട് പോകേണ്ടി വരും. എത്ര ഡൈവേഴ്സ് നടക്കുന്നു അങ്ങനെ. കാരണം എന്താണ്? ഈ അമ്മാമയും അച്ചായന്റെ ഉള്ളിനകത്ത് ഇന്നും ജാതീയ സ്പിരിറ്റ് മാറിയിട്ടില്ല. ഞാൻ താഴ്മയായി വിനയപൂർവം കാലുപിടിച്ച് ഒരു ദൈവദാസൻ എന്നല്ലേ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജാതീയ ചിന്തകളെ നിങ്ങൾ പറിച്ചു മാറ്റാത്ത കാലം നമുക്ക് നിത്യത ഉണ്ടാകത്തില്ലെന്ന് തിരുവചനത്തിന്റെ വെളിപ്പാട് ഞാൻ പറയുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ഒരുമനപ്പെട്ട്. ഇനി നോക്കണം, ഇനി ഗാന ശുശ്രൂഷക്കാരുടെ ഇടയിൽ നോക്കണം, അവിടെയും ഗ്രൂപ്പാണ്. ഇത് നമ്മുടെ ആൾക്കാർ മാത്രം പാടിയാൽ മതി, നമ്മുടെ ആൾക്കാർ മാത്രം ചേർന്ന് നിന്നാൽ മതി. ഇത്രമാത്രം ദയനീയമായ ഒരു ആത്മീയ ലോകത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് ജാതിയില്ല, മതമില്ല, നിറമില്ല, പണമില്ല, അവർക്കൊന്നും നോക്കണ്ട. അവർ ഏതോ ജാതി, ഏതോ മതം, എവിടെന്നോ ഒന്നും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, സ്നാനപ്പെട്ട വ്യക്തിയാണോ, അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ, വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുന്നവനാണോ, അവനെ പിടിച്ച് ചേർത്തണച്ച് ദൈവസഭയുടെ നടുതൂണായി നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ നോക്കണം, നമുക്കിഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവന് ശുശ്രൂഷ ഉണ്ടെങ്കിൽ പോലും അവനെ ഉയർത്തുകയില്ല, വളർത്തുകയില്ല. എത്ര ചെറുപ്പക്കാരാണ് ശുശ്രൂഷയിൽ നിൽക്കുന്നത്. എത്ര തീ പോലെ നിൽക്കുന്ന ദൈവദാസന്മാർ മുഴങ്കാൽ മടക്കി ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ എന്നും അടിച്ചമർത്തുകയല്ലേ നമ്മുടെ സഭകളൊക്കെ. നിങ്ങളൊന്ന് നോക്കണം, അടിച്ചമർത്തുകയല്ലേ. അവനൊരു വേദി കൊടുക്കുമോ? പിണറായി സാറിന് കൊടുക്കും, വി ഡി സതീശന് കൊടുക്കും, ഇനി BJP നേതാക്കന്മാർക്ക് കൊടുക്കും. പക്ഷെ പാവപ്പെട്ട ഒരു ദൈവദാസനെ നിങ്ങൾ സ്റ്റേജിൽ പിടിച്ച് കയറ്റുമോ? കയറ്റത്തില്ല. അവൻ തല പൊങ്ങിയാൽ നമ്മുടെ തല താഴും. ഇതാണ് നമ്മുടെ ആത്മീയ ലോകം. ഇവിടെ നിർത്തുക പ്രിയമുള്ളവരെ. വിശുദ്ധിയിൽ പൊതിഞ്ഞ ജാതീയ ചിന്തകളെ എടുത്തു മാറ്റി ശരിക്കും ഒന്ന് ചിന്തിക്കണം. കർത്താവേ, എൻ്റെ വിശുദ്ധിക്കകത്ത് ജാതീയ ചിന്തയുണ്ടോ? ജാതീയ ചിന്തയുണ്ടെങ്കിൽ നിത്യത നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. വിശുദ്ധിയിൽ അങ്ങൊരു കറയായി തന്നെ അത് കിടക്കും. കാരണം എൻ്റെ ദൈവം, അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് നിറമില്ല. അവൻ പാപിയായ എന്നെ, ഈ ലോകത്തിന്റെ പച്ചമേച്ചതയായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ മാറോട് ചേർത്തണച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ജാതിയും മതം നിറവും രൂപത്തിന്റെ പേരിൽ പലരെയും മാറ്റി നിർത്തരുത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ മനുഷ്യനാണ്. മനുഷ്യനെന്ന് കണ്ടാൽ അവൻ ഒരു ദൈവകൃപയുള്ളവനെന്ന് കണ്ടാൽ അവനെ പ്രോത്സാഹിപ്പിക്കാൻ, വളർത്തുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ഈ സന്ദേശം ഞാനിവിടെ പറയുമ്പോൾ നമുക്ക് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പലർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷെ സത്യത്തിൽ ഒന്നിരുന്ന് ഗഹനമായി ചിന്തിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാരായ എന്നെ പോലുള്ള ദൈവദാസന്മാർ ഇത് കേൾക്കണം. നിങ്ങൾ കേൾക്കയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നമ്മുടെ സഭയെ പഠിപ്പിക്കേണ്ടത് അന്യഭാഷയല്ല പഠിപ്പിക്കേണ്ടത്, പ്രവചനവരത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സഭയ്ക്കകത്ത് മറ്റ് കൃപാവരങ്ങൾക്കല്ല. ഈ ജാതീയ ചിന്ത, ഇതുപോലുള്ള ദുഷിച്ച പൈശാചിക വ്യാപാരം ഉള്ളിനകത്തിട്ട് നമ്മളെ കൊണ്ട് നടക്കുന്ന ചില ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്താകുലം, ഇതുപോലുള്ള ചിന്താകുലങ്ങൾ കർത്താവിന്റെ മേൽ ഇട്ടിട്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ സന്ദേശം ഇടയാക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾക്ക് വചനങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നവരാണ്, വിശുദ്ധിക്കും വേർപാടിനും വില കൊടുക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ആദാന്റെ കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടിരുന്ന കർത്താവെ, ബാബിലോണിനെ അങ്ങ് പോലെ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിനകത്ത്, ഞങ്ങളുടെ ബ്ലഡിനകത്ത്, ഞങ്ങളുടെ സ്നേഹത്തിനകത്ത്, ഞങ്ങളുടെ ജഡത്തിനകത്ത് ഒതുങ്ങി കിടക്കുന്ന പാരമ്പര്യമായ അന്ധകാരത്തിൽ കിടന്ന ചില സ്വഭാവങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ ജാതീയ ചിന്തകൾ ഇന്ന് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഏതോ മണ്ഡലത്തിലുണ്ട് കർത്താവെ. അത് മറ്റുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് അത് വരാറുണ്ട്. ചിലർ അതിനെ നോക്കി ഇന്നയാളെന്ന് പറയാറുണ്ട്. കർത്താവെ, ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുണ്ട്, സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, സഭയിലോട്ട് കൈപിടിച്ചൊന്ന് കയറ്റുവാൻ മനസ്സില്ലാത്ത അവസ്ഥയുണ്ട്. കർത്താവെ, ഞങ്ങളിൽ നിന്നത് മാറണം, ഞങ്ങളുടെ മനസ്സിൽ നിന്നത് മാറണം. കർത്താവെ, അത് പ്രദർശനമായി തീരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, കർത്താവെ, അങ്ങനെ നടക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ സഭകളിലൊക്കെ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കത്തക്കവണ്ണം, ഞങ്ങൾ ഒരു ശരീരമാണെന്നും ഒരു മനസ്സാണെന്നും ഞങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങൾ നിറയ്ക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, വേദന കൊണ്ടും മാനസികമായ ഭാരം കൊണ്ടും ഈ സന്ദേശം പകർന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സന്ദേശം അല്പമെങ്കിലും ആത്മീയ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒത്തിരി, നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ മാത്രം അത് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു വിഷയവുമായി അടുത്ത് വീണ്ടും കാണുന്നവരെയും പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെയും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.